പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ തിരിച്ചടിയേറ്റതിനെ തുടർന്ന് ഇഷയാകെ തകർന്നു പോയിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. പക്ഷേ ഈ അവസരം നല്ലൊരു കളി കളിക്കാനുള്ള അവസരമായിട്ടാണ് നീനയും അമ്മയും കണക്കുകൂട്ടുന്നത്. ഇതിൻ്റെ ഭാഗമായി അവിടേക്ക് ചെല്ലുന്ന അവർ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. മാത്രവുമല്ല, ഇനി നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് എന്ന് രാഹുലിനോട് പറയുകയാണ്. ഇഷ ഇപ്പോൾ തളർന്നു നിൽക്കുകയാണ്. നമ്മൾ ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് രാഹുൽ. അതിനൊരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. നീ ഇപ്പോഴും അവളുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇപ്പോഴും അവിടേക്ക് കയറി ചെല്ലാൻ സാധിക്കും. പക്ഷേ ബുദ്ധിപൂർവം വേണം കാര്യങ്ങൾ. അയാൾ മരിച്ചാൽ പിന്നെ ഇഷ ഒറ്റയ്ക്കാകും. അപ്പോഴോ അവളുടെ കരുത്ത് ഇല്ലാതാകും. ആ അവസരം നീ ഉപയോഗിച്ചാൽ നിനക്ക് കാര്യങ്ങൾ സുഗമമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മനസ്സിലായോ? അതായത് അതെ, റാംമോഹൻ അയാൾ മരിക്കണം. അതെങ്ങനെ? ഡോക്ടർമാർ ഇപ്പോൾ അയാളെ ചികിത്സിക്കുകയല്ലേ? അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. അയാൾ രക്ഷപ്പെട്ടാൽ അയാളെ തീർക്കുക തന്നെ ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ കളത്തിലിറങ്ങി കളിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി നീ നിന്റെ ആളുകളെ ഇറക്ക്. അവർ പണി നടത്തട്ടെ. ബാക്കി കാര്യം നമുക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. റാംമോഹന്റെ മരണം അത് തന്നെ നമ്മുടെ പോംവഴി ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ആരംഭിക്കുകയാണ് അവർ. ഇതോടെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ആക്രമണം നേരിടേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ ദേവബാലയാകട്ടെ അഭിഷേകിനെ വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. ഞാൻ പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി നിന്നാൽ മാത്രമേ നിനക്ക് ജീവിതമുള്ളൂ എന്ന് വരുത്തി തീർക്കുന്ന അവൾ ഇതോടെ അഭിഷേകിനെ അടിമയാക്കി മാറ്റുകയാണ്. പക്ഷേ ഇതെല്ലാം സഹിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഭിഷേക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ആ അവസരം കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.